ഓക്കെ ഹണി, ആക്ഷൻ. ആദ്യം നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കണം. അതിനുശേഷം നിങ്ങൾ അത് സ്റ്റവിൽ വെച്ചൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. എന്നിട്ട് അത് താഴെ ഇറക്കി വെക്കണം. ഇതാ തയ്യാറായി കഴിഞ്ഞു നിങ്ങളുടെ വാട്ടർ റീനോ. എടാ, നിനക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? പിന്നെ എന്തുകൊണ്ട് അറിഞ്ഞൂടാ? ശകലം പാല്, പിന്നെ ഐസ്ക്രീം, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, ശകലം ചീസ് എല്ലാം കൂടി ഒരുമിച്ച് ഷേക്ക് ചെയ്യണം. ഇതിലെന്താടാ ഹെൽത്തി ആയിട്ടുള്ളത്? ജിമ്മിൽ പോയിട്ട് ഷേക്ക് ചെയ്താൽ മതിയെന്ന്, അപ്പൊ ഹെൽത്തി ആവല്ലോ. കാണിച്ച നീ വീഡിയോ എങ്ങനെ എടുത്തു നോക്കട്ടെ. അയ്യോ അമ്മേ. എന്നെ പോപ്പട്ടെ, സോറി, ഇത് ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. അയ്യോ, വീണ്ടും സോറി സോറി. എങ്ങോട്ടാ പോകുന്ന കൂട്ടുകാരാ? ഫ്രിഡ്ജിനകത്തേക്ക് ഒന്ന് വൃത്തിയാകാനായിട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ കുറച്ച് മഞ്ഞളും കൂടി തേച്ച് കുളിക്കേ. നീ എന്റെ വായിന്ന് വല്ലതും കേക്കും. എടാ പൊട്ടാ, ഞാൻ കുളിക്കാൻ പോവാ. അയ്യോ എടാ പോപ്പട്ടെ, ഞാൻ നിന്നെ സഹായിക്കാം. ചില്ലി സോസ്, ഐ ഹേറ്റ് ദിസ്. മനസ്സിലായി, നിനക്ക് ടൊമാറ്റോ സോസാണ് ഇഷ്ടമല്ലേ? അയ്യോ, മര്യാദക്ക് എന്റെ അടുത്തുനിന്ന് മാറിയെന്നോ. എടാ ഹണി, നീ ഇവിടെ വായടച്ച് മിണ്ടാതിരുന്നോണം. അടുക്കള ഭാഗത്തേക്ക് വന്നേക്കരുത്. സുഖമായി ഉറങ്ങണമെങ്കിൽ ഓംലെറ്റ് കഴിക്കുന്നത് വിട്ടേക്കൂ. പട്ടണത്തിലെ എല്ലാ കോഴികളും ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പട്ടണത്തുള്ളത് മാത്രമല്ല, പുറത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റോഡിലും കോഴികൾ കൂടെ നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ നാട്ടുകാരോടും അവറ്റകൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് പോ, ബാക്കി ഇങ്ങോട്ട് പോ. പോയി എല്ലാവർക്കും പണി കൊടുക്ക. വാ, എത്രയും പെട്ടെന്ന് കൊരങ്ങായേക്ക. ഞാൻ ആടാണ്, ഞാൻ എങ്ങനെയാണ് കൊരങ്ങനാവുന്നത്? നിങ്ങൾ ആരെ വേണമെങ്കിലും കോഴിയാക്കി മാറ്റുമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഇപ്പോഴത്തേക്ക് കൊരങ്ങനായിക്കോ. ആയിക്കോ ആയിക്കോ. Come on. നീ എത്രയും പെട്ടെന്ന് കഴുതയായി മാറ്, വേഗം. പക്ഷെ ഞാനൊരു മുയലാണല്ലോ. എടാ, നിന്റെ കുട്ടികൾ മുയലാണ്. പക്ഷെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവരെ കോഴിയാക്കി മാറ്റുകയില്ലേ? അതുകൊണ്ട് നീ ഇപ്പൊ കഴുതയായിട്ട് മാറ്. ചേട്ടാ, ഈ പഴങ്ങളൊക്കെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഉടൻ തന്നെ കഴുതയായിട്ട് മാറടാ. എന്താടാ നീ ചെയ്യുന്നത്? നീ എന്താ കഴുതയാണോ? ചേട്ടായി, എന്നോടല്ലേ കഴുതിയായിട്ട് മാറാൻ പറഞ്ഞത്? കോഴി ആരാണെന്നും അവന്റെ ബലം എന്താണെന്നും ഇവിടെ ആർക്കും തന്നെ അറിയില്ല. നമ്മുടെ ബലം എന്താണെന്നും നമ്മുടെ ഐക്യം എന്താണെന്നും ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കണം. ആരെയും വെറുതെ വിടാൻ പാടില്ല. നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചിലരെ കഴുത, ചിലരെ കുരങ്ങ്, ചിലരെ കരടിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോഴികൾക്ക് അഹങ്കാരമാണ്. ഗുണ്ടായിസം കാണിച്ച് മറ്റുള്ളവരെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും സംസാരിച്ചാൽ ഇടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മൃഗങ്ങൾ ഉടൻ തന്നെ തരുന്നതായിരിക്കും. ഇതെന്തായാലും ഒട്ടും ശരിയല്ല കൂട്ടുകാരെ. എന്തായാലും നമുക്ക് കോഴികളെ ഒരു പാഠം പഠിപ്പിക്കാം. ഇല്ലെങ്കിൽ അവന്മാർ ജനങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തും. നീ പറഞ്ഞത് ശരിയാ. അത് മാത്രമല്ല, അവരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. വേഗം വാ. ഇവിടെ എന്ത് ഭ്രാന്തായി നടക്കുന്നേ? എന്റെ പച്ചക്കറികളെല്ലാം നശിപ്പിച്ച് കളഞ്ഞേ.
ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ കോഴികളെല്ലാം നശിപ്പിക്കുകയാണല്ലോ. ഇവരെ എത്രയും പെട്ടെന്ന് മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ എല്ലാവർക്കും 8ന്റെ പണി കിട്ടും. സംശയമുണ്ടോ? അഹങ്കാരം അവസാനിപ്പിക്കണം. പക്ഷേ എങ്ങനെ? എല്ലായിടത്തും ഇവർ തന്നെ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഒരേ സ്ഥലത്താക്കണം. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ നോക്ക്, എല്ലാം മതിയാക്കി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടണം. വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ, മര്യാദക്ക് എല്ലാം നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. പോപ്പട്ടെ, നീ സ്പീക്കറിനെ പോലെ നിലവിളിച്ചാൽ മാത്രമേ എല്ലാവരുടെയും കാതുകളിൽ അത് എത്തുള്ളൂ. എടാ ഹണി, നീ ഇന്റലിജന്റ് ആണല്ലോ. ഐ എം സോ ഇന്റലിജന്റ്. ഇതൊക്കെ നിർത്ത്. എന്നിട്ട് എത്രയും വേഗം ഞങ്ങളുടെ പട്ടണത്തിൽ നിന്ന് സ്ഥലം വിടാൻ നോക്ക്. ഈ പൂച്ചയും തത്തമ്മയും ഡോഗിയും പറയുന്നതൊക്കെ ഞാൻ കേൾക്കും. പക്ഷെ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതേ ഞാൻ ചെയ്യുകയുള്ളൂ. എടാ, നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്. അല്ലാതെ യുവമാരൊന്ന് പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്. Yes, boss. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആഹാ, ഇവന്മാര് വീണ്ടും നിൽക്കുകയാണല്ലോ. സംശയമുണ്ടോ? പോപ്പട്ടെ, ദേ ബ്ലൂ ബോട്ടിൽ ജോർദാർ ഹണി അറ്റാക്ക്. വേഗം ആവട്ടെ. പോപ്പട്ടെ, നീ ഒരു പണി കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, ഹണി സോർദാർ ചുമരിന്റെ അടുത്തേക്ക് പൊക്കോ. എങ്കിലും എല്ലാ കോഴികളും അങ്ങോട്ടേക്ക് വരൂ. എന്തുകൊണ്ടാണ് നിന്റെ വായ നീ തുറക്കാത്തത്? എല്ലാരുമോ? ഈ പൂച്ചയെയും ഡോഗിയെയും തത്തമ്മയെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. നോക്കി നിൽക്കാതെ അറ്റാക്ക്. ഐഡിയ. ഇന്ന് കോഴിയും പറക്കും. നല്ല രസമുണ്ടല്ലേ? എടാ, വേഗം സ്ഥലം വിട്ടോ. ആടെ ഇനിയും തീർന്നിട്ടില്ല കൂട്ടുകാരെ. എന്നാ വാ. എടാ, ഇവർക്കൊപ്പം കുഞ്ഞുങ്ങളുണ്ട്. ദേ നോക്ക്. ഐഡിയ കഴിച്ചോ? നമ്മൾ നന്നായിട്ട് കുടുങ്ങി. ഇവരിവിടുന്ന് നീങ്ങാൻ പോകുന്നുമില്ല. മുകളിൽ നിന്ന് അവര് പിയാനോ താഴേക്ക് എറിയാനും പോവുകയാണ്. സംശയമുണ്ടോ? എടാ, കുടുങ്ങിയത് ഞങ്ങളാണ്. പോപ്പട്ടെ, നിനക്ക് പറക്കാൻ കഴിയല്ലോ. പറന്നു പൊക്കോ. എന്റെ കൂട്ടുകാരാ, നിന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടുന്ന് പോവില്ലടാ. എടാ, നിങ്ങളെ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ? ദേ നോക്ക് മുകളിലോട്ട്. എന്റെ അമ്മച്ചി, ഈ കുട്ടികൾ ആപത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവരെ നമ്മൾ രക്ഷിച്ച മതിയാവും കൂട്ടുകാരെ.
സംശയമുണ്ടോ? എന്നാൽ പൊയ്ക്കോ, നിൽക്കുന്നത് എന്തിനാണ്? ആഹാരം കഴിക്കുന്നത് കൊണ്ട് ഇവര് പിയാരെ വീഴുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. വാ, നമുക്ക് വേഗം ചെല്ലാം. എന്തെങ്കിലും ചെയ്യണം. പൊയ്ക്കോ, പൊയ്ക്കോ. വേണ്ട കുട്ടികളെ, നിക്ക്. എന്റെ കുട്ടികളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. താഴെ കുട്ടികളുണ്ട്. ഇയാളെ താഴേക്ക് ഇടരുത്. സോറി സാറേ, പക്ഷെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കാണ്. കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടു. നിങ്ങൾ കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചില്ല. താങ്ക് യു കൂട്ടുകാരാ, ഒരുപാട് താങ്ക്സ്. കൊച്ചലിയ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നവരാണ്, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചു. നിങ്ങൾ വളരെ നല്ലവരാണ്. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും മറ്റുള്ളവർ ഒരിക്കലും നമ്മൾ ശല്യപ്പെടുത്തരുത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണ കൂട്ടുകാരെ, ആരെന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളെയാണ് വഴക്ക് പറയുന്നത്. കോഴി എന്നാണ് അവര് പറയുന്നത്. എന്തിനാണ് ഞങ്ങളുടെ പേര് ഇവരിങ്ങനെ നശിപ്പിക്കുന്നത്? നോക്ക്, അത് നിങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നൊന്നും അല്ല. ഇതിൽ നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുന്നതായിട്ട് ഒന്നുമില്ല. ഇതുപോലെ പല മൃഗങ്ങളുടെ പേരും പറയാറുണ്ട്. നീ ഒരു ആടാണ്, നീ ഒരു പോത്താണ്, ഇങ്ങനെയൊക്കെ എല്ലാരും പറയാറുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയില്ല. ഞങ്ങളെ കുറിച്ച് ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആരെങ്കിലും ചെറുതായിട്ടൊരു കോമഡി ചെയ്താ അവരെ തത്തമ്മ ചുണ്ടൻ എന്നാ പറയുന്നേ. അത് മാത്രമല്ല, എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ കഴുതെന്നും പറയാറുണ്ട്. അറിയാമോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി. ഇനി ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് ക്ഷമിച്ച് അവരെ ഞങ്ങൾ സഹായിക്കുക മാത്രമേ ഉള്ളൂ. ശരി, എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇനി ആരെയും നമുക്ക് ശല്യപ്പെടുത്തണ്ട. ഞാൻ നല്ലവരാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്. പക്ഷെ എന്നെക്കാളും വളരെ നല്ലവരാണ് നിങ്ങൾ.